തന്റെ 2.5 മാസം പ്രായമുള്ള കുഞ്ഞ് തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ട് നിലവിളിച്ച ഒരമ്മ. ദൈവദൂതരെ പോലെ വെള്ളത്തിലേക്ക് ചാടി ആ കുഞ്ഞിനെ രക്ഷിച്ചത് അയൽവാസിയാണ്. കോട്ടയം മാഞ്ഞൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ കരുതലിന്റെ കഥയിലേക്ക് പോകാം. മാഞ്ഞൂരിലുള്ള ഭർത്താവിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു അംബികയും 2.5 മാസം പ്രായമുള്ള കുഞ്ഞ് ആരോണും. ഗണപതി തോടിന് കുറുകെയുള്ള ഈ തടിപ്പാലം കടന്നു വേണം വീട്ടിലെത്താൻ. പാലത്തിന് നടുവിലെത്തിയപ്പോൾ പലക തകർന്ന് അംബികയുടെ കാൽ തെങ്ങിൻ തടികൾക്കിടയിൽ കുടുങ്ങി. തന്റെ ജീവനായ കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി വെള്ളത്തിലേക്ക്. രണ്ട് പാലമുണ്ട്. ഒരു പാലത്തെ കൂടെ കയറാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ എന്നും പോകുന്ന പാലത്തെ കൂടെ കയറിയത്. ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഒരു തടി പകുതിയേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് അത് ദ്രവിച്ചതായിരിക്കും എന്നോർത്ത് അത് കഴിഞ്ഞിട്ടുള്ള പലകയിലേക്ക് കാല് വെച്ചു. പക്ഷെ അത് ദ്രവിച്ചു പോയിരുന്നു. ഒടിഞ്ഞ് താഴെ എൻ്റെ കാലതിൽ കുടുങ്ങി. ആ ഇരുന്ന ഫോഴ്സിൽ കൊച്ചു കയ്യിൽ നിന്ന് സ്ലിപ്പായി ഒഴുകി പോവായിരുന്നു. സാധാരണ ഞാൻ വരുമ്പോൾ അവിടെ ആരും കാണുന്നതല്ല. എന്നാൽ ആരും കാണാത്ത ഇടത്ത് ഒരു നിയോഗം പോലെ എത്തിയ 2 മനുഷ്യർ. ഇത്രയും നാൾ ചേർത്ത് വച്ച തന്റെ കുഞ്ഞ് ആദ്യമായി തന്നിൽ നിന്ന് അകലുന്നത് കണ്ട് ആ അമ്മ നിലവിളിച്ചു. അയൽക്കാരനായ സലിൽകുമാർ നേരെ വെള്ളത്തിലേക്ക്. അപ്പോൾ ഞാൻ ഇറങ്ങി ചെല്ലുമ്പം ഈ കൊച്ചു തലകീഴായിട്ട് ഇങ്ങനെ തോട്ടി വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരിക. പെട്ടെന്ന് തന്നെ ഞാൻ ആ തലകീഴായി തന്നെ എടുത്ത്. അപ്പം കരയ്ക്കുന്നവർ പറഞ്ഞു ഇങ്ങനെ നിവർക്കണ്ട. പെട്ടെന്ന് തന്നെ ആ തലകീഴായി തന്നെ അടിച്ച് പുറത്ത് തട്ടി. അപ്പം കുറച്ച് കരയ്ക്ക് കയറിയപ്പം നമ്മുടെ കൂട്ടുകാരനുണ്ടായിരുന്നു ജോബി. അവൻ്റെ കയ്യിലോട്ട് അവൻ പകുതി ഇറങ്ങി വന്നായിരുന്നു. അവൻ്റെ കയ്യിലോട്ട് കൊച്ചിനെ കൊടുത്ത് തന്നെ മുട്ടിയാറെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ചേട്ടൻ ഏതാണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അതുപോലും നോക്കാതെ പെട്ടെന്ന് പുള്ളി ചാടി ഇറങ്ങി എടുത്തു. കൊച്ചിൻ്റെ തല ഇങ്ങനെ താഴത്തോട്ട് പിടിച്ചിട്ട് തട്ടി വെള്ളമെല്ലാം കളഞ്ഞു. പിന്നെ ആ നാത്തൂൻ നേഴ്സാണ്. അവളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അവളും വായിലേക്കൊക്കെ വെള്ളം വലിച്ചെടുത്ത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് കൊച്ച് രക്ഷപ്പെട്ടെന്നാണ്. ഗണപതി തോടിന് കുറുകെ ദ്രവിച്ച ആ പാലത്തെ തോൽപ്പിച്ചുകൊണ്ട് പുതിയൊരു പാലം പിറക്കുകയാണ്. കരുതലിന്റെ പുതിയ പാലം. ദൈവം പല രൂപത്തിൽ വരുമെന്ന് പറയാറുണ്ട്. അംബികയ്ക്കും കുഞ്ഞിനും സലിൽകുമാറും ജോബിയും ഒക്കെ ദൈവങ്ങളാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് എസ് ടി ചേരുന്നുണ്ട് തത്സമയം. ഷിനോജെ, ദൈവദൂതരെന്നല്ല ദൈവങ്ങൾ എന്ന് തന്നെ നമുക്ക് ആ മനുഷ്യരെ വിളിക്കാം, ഭൂമിയിലെ ദൈവങ്ങൾ. കാരണം സ്വന്തം സുരക്ഷ പോലും നോക്കാതെ എടുത്തു ചാടിയാണ് ആ കുഞ്ഞിനെ രക്ഷിച്ചത്. കോട്ടയം മാഞ്ഞൂരിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അംബിക തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഈ സംഭവം, ഈ അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ആദ്യം പറയേണ്ട കാര്യമെന്ന് പറയുന്നത് സഹായിക്കാനെത്തിയ ഈ സലിൽകുമാർ എന്ന് പറയുന്ന ആ ചേട്ടനെ പറ്റിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട്, കണ്ണിനുള്ള ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിശ്രമമൊക്കെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ കുഞ്ഞ് പെട്ടെന്ന് വെള്ളത്തിൽ പോകുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയുന്നില്ല. ഈ അമ്മ ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇത് കേട്ട് ഓടി വരുന്ന അദ്ദേഹമാണ് ഇതിൽ വെള്ളത്തിലേക്ക് ചാടുന്നതും ഈ കുട്ടിയെ ആദ്യം രക്ഷപ്പെടുത്തുന്നതും അതിന് വേണ്ട ആദ്യഘട്ടത്തിലുള്ള ചികിത്സകളൊക്കെ തന്നെ നൽകുന്നതും ഈ സലിൽകുമാറും ഒപ്പം ഉണ്ടായിരുന്ന ജോബി എന്ന് പറയുന്ന ചേട്ടനും കൂടെ ചേർന്നാണ്. എന്തായാലും ഈ അവർ തന്നെ നമ്മൾ രാവിലെ അവിടെ പോകുന്ന സമയത്ത് അവർ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു 15ഓളം കുടുംബങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. മഞ്ഞൂർ പഞ്ചായത്തിൻ്റെ 1ാം വാർഡാണ്. അവർ നല്ലൊരു പാലത്തിന് വേണ്ടി ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ അവരുടെ ജനപ്രതിനിധികളൊക്കെ തന്നെ പോയി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ പലരും വന്ന് വാഗ്ദാനങ്ങളൊക്കെ തന്നെ നൽകും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ നടപടികളൊന്നും തന്നെ ആകുന്നില്ല. പക്ഷേ ഒരു നല്ലൊരു പാലം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും അവർ ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇനി ഇത്തരത്തിലൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു പാലം അവർക്ക് വളരെ ആവശ്യമാണ്. ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കരുത്. അവിടെ എത്രയും പെട്ടെന്ന് ഒരു നല്ല പാലം വരണം. സത്യം പറഞ്ഞാൽ അതാണ് ഈ അപകടത്തിന് ഏറ്റവും വലിയൊരു കാരണമായി മാറിയത് തന്നെ.